ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാത്രിക്കത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ. മഗ്‌രിബിന് ബാങ്ക് കൊടുക്കാൻ സമയമായ ചെറിയൊരു ക്ലിപ്പാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. വെള്ളത്തിന് പോവാണ് കേട്ടോ. കുടിവെള്ളം ഞങ്ങൾക്ക് കുറച്ച് താഴെയാണ്, പൈപ്പ് വെള്ളം ഉണ്ട്, കുടിവെള്ളം കുറച്ച് താഴെയാണ്. അപ്പോൾ അത് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് മഗ്‌രിബിന് ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് വേഗം കൊണ്ടുവന്ന് വെച്ചു. പിന്നെ മഗ്‌രിബിന് ബാങ്ക് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത്. മഗ്‌രിബിന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ മകളെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും കേട്ടോ. ഓളെ പാട്ട് കേട്ടപ്പോൾ ഒന്ന് ഓണാക്കി വെച്ചതാട്ടോ വീഡിയോ. ഓളെ പഠിക്കാൻ സമ്മതിക്കൂല കേട്ടോ. അപ്പോൾ ഓന് വേഗം ചോറെടുത്ത് ഉറക്കട്ടെ എന്നുള്ള രീതിയിൽ ഓന് ചോറ് കൊടുക്കാനായിട്ട് വന്നതാണ്. ഇന്ന് കല്യാണത്തിനത്തെ ബിരിയാണി കുറച്ചുണ്ടായിരുന്നു, കല്യാണത്തിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അതാണ് ഓന് കൊടുക്കുന്നത്. കഞ്ഞിയാണ് കേട്ടോ ഓന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കഞ്ഞി മാത്രമേ കഴിക്കുള്ളൂ. ഇതിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, ഓന് ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സോസ് തികയണില്ല കേട്ടോ കൊടുത്തിട്ട്. അപ്പോഴത്തേക്ക് ഓൾ ഇങ്ങോട്ട് വിളിച്ചു. ഓക്ക് ഞാൻ കൂടെ ഇരിക്കുക തന്നെ വേണം പഠിക്കണമെങ്കിൽ. ഞാൻ കൂടെ ഇരിക്കാതെ അവൾ പഠിക്കൂല, അവൾ എടുത്തുവെച്ച് പോരും. ഓനാണെങ്കിൽ ഞാൻ അവൻ്റെ കൂടെയും വേണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും കേട്ടോ. അതിപ്പോൾ ഓന് കുറുമ്പ് കാട്ടുന്ന ഒരു വീഡിയോ ആണ്. ഓനിപ്പോൾ ഇതിവിടെ കൊട്ടണം കേട്ടോ ഈ ചോറ് അവിടെ നിലത്ത് കൊട്ടാൻ സമ്മതിക്കാത്തതുകൊണ്ട് കുറുമ്പ് കാട്ടി പോയിട്ടോ. അപ്പോഴത്തേന് ഇവള് വീണ്ടും ഇങ്ങോട്ട് വിളിക്കന്നെ. അപ്പോൾ പിന്നെ ഇങ്ങോട്ടും പോന്നു. അവനെ ഏതായാലും കഴിക്കണില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കൂടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. ഓക്ക് സ്കൂളിൽ ഡിക്റ്റേഷനും ഉണ്ട്, മദ്രസയിൽ പരീക്ഷയാണ്, രണ്ടും കൂടെ ആണ് കേട്ടോ. സ്കൂളിൽ 1ലും മദ്രസയിൽ 2ലും ആണ് കേട്ടോ. രണ്ടും ഉണ്ടാവും കേട്ടോ പഠിക്കാൻ. ഓക്കാണെങ്കിൽ വേഗം ഉറക്കം വരും ചെയ്യും. അപ്പോൾ ഓളെ പഠിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഓനെ കുറച്ച് നേരം ഫോണിട്ടടി ഇരുത്തി പിന്നെ ആട്ടി ഉറക്കിട്ടോ. എന്നാലും ഇനിയിപ്പോൾ ശരിക്കും പോകണം ഓളൊപ്പം ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓളൊപ്പം ഇതിന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഓളെ പഠിപ്പും എഴുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓക്കും ചോറ് വാരി കൊടുക്കാൻ കേട്ടോ. ചോറ് ഓളൊറ്റയ്ക്ക് കഴിക്കായൊന്നുമില്ല, പക്ഷേ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ചെങ്കിലും ഒന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വാരി കൊടുക്കാനായിട്ട് നിന്നു. ഓലെ രണ്ടാളും പരിപാടി കഴിഞ്ഞേക്കിന് തന്നെ ഇശാ നിസ്കാരത്തിനായിട്ട് നിന്നു കേട്ടോ. മഗ്‌രിബിൻ്റെ ശേഷമുള്ള ഓത്തൊന്നും ഇല്ല കേട്ടോ. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഒന്ന് ഓതാനിരിക്കൽ. ഓലെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ വിചാരിച്ചിട്ടാണ് പിന്നെ ഓതാനും ഇതിനൊക്കെ നിൽക്കൽ കേട്ടോ. അതും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഭക്ഷണം കഴിക്കുന്നതും പാത്രം മൂറുന്നതും എടുത്തേക്കണതൊക്കെ കേട്ടോ. എല്ലാവരും ഭക്ഷണം കഴിച്ച് പോയി കിടന്നതിന് ശേഷം പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഔട്ട് അടുക്കളയിൽ പിന്നെ പാത്രം കഴിക്കലും അവിടെ വൃത്തിയാക്കലും ഒക്കെ പാടായിട്ട് അങ്ങനെ പോകും. പലപ്പോഴും ഈ തിരക്കുകൾക്കിടയിൽ നമ്മളെ തന്നെ മറന്നു പോകാറുണ്ട് അല്ലേ. പക്ഷേ നമ്മുടെ വീടും കുടുംബവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം. അതുകൊണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും മനസ്സിന് സമാധാനം കിട്ടുന്ന പ്രാർത്ഥനകളൊക്കെ ഇഷ്ടമുള്ള പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഓരോരോ കാര്യങ്ങൾ ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾക്കായിട്ട് നമ്മൾ മാറ്റിവെക്കുക തന്നെ വേണം. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും വലിയൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് അഭിമാനിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ജോലികളൊക്കെ ഏകദേശം തീർന്നു. ഇനി നാളെ രാവിലെ ഇതേ ജോലികൾ തന്നെ നമുക്ക് തുടരാനുള്ളതല്ലേ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇങ്ങനെ അടുക്കളയൊക്കെ നീറ്റായി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് അല്ലേ. ഈ തിരക്കുകളൊക്കെ നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യണത് എന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ്. ഇതൊക്കെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഇതൊന്നൊരു ഭാരമായിട്ട് നമുക്ക് തോന്നാത്തത്. എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ ഓടുമ്പോഴും നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാനേ നമ്മൾ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചെറിയ മക്കളുള്ള വീട്ടിലെ രാത്രിക്കത്തെ വിശേഷം ഏകദേശം ഇങ്ങനെ തന്നെ ആയിക്കാരം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കല്ലേ. എല്ലാം കഴിഞ്ഞ് മസാലമോരും 7-അപ്പും കൂടി ഒന്ന് കുടിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ പരിപാടി ഇതോടുകൂടി കഴിഞ്ഞു. ഇനി ബ്രഷ് ചെയ്ത് കിടക്കാനായിട്ട് പോവുകയാണ്. എല്ലാവരും ഉറങ്ങി, വീടൊക്കെ ഉറങ്ങി കേട്ടോ. ഇനി ഞാനും കൂടി ഒന്ന് ഉറങ്ങാൻ ബാക്കിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കല്ലേ. താങ്ക് യു.